നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ ഇതിൽ നിന്നും പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഏത് കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാലും അവിടെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ 100% ആത്മാർത്ഥമായിട്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നിലകൊള്ളാറുണ്ട് എന്നുള്ളതാണ്. അതായത് ഏത് കാര്യത്തിനും മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാവുന്ന ആളുകളാണ് നിങ്ങൾ. ഇപ്പോൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒന്നും ചെയ്യണം അല്ലെങ്കിൽ ചെയ്താൽ മതി എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാറില്ല. ഏത് കാര്യത്തിനും വളരെയധികം കഷ്ടപ്പെടാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മുമ്പ് കഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പലപ്പോഴും നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഒരു വിജയം, ഒരു ഫലം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലായിരിക്കാം. എന്നാൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങളതിൽ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന ഒരു സംതൃപ്തി നിങ്ങൾക്ക് കിട്ടാറുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് വളരെയധികം പ്രയാസകരമാണ് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാറുണ്ട് എന്നുള്ളതാണ്. കൂടാതെ നിങ്ങളുടെ സങ്കടങ്ങളായാലും പ്രശ്നങ്ങളായാലും അതൊന്നും മറ്റുള്ളവർക്ക് മുന്നിൽ പറഞ്ഞു നടക്കാൻ, പ്രകടിപ്പിച്ച് കാണിക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, തയ്യാറാവാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളായാലും ആഗ്രഹങ്ങളായാലും അതും അങ്ങനെ തന്നെയാണ്. ഒന്നും മറ്റുള്ളവരോട് പങ്കുവെക്കാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒതുക്കി നിർത്താനായിട്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതിനാൽ തന്നെ അത്ര പെട്ടെന്നൊന്നും നിങ്ങളെ ആർക്കും പിടികിട്ടാറില്ല. കൂടാതെ നിങ്ങൾക്കൊരു പരാജയം സംഭവിച്ചാൽ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും വളരെയധികം നിരാശ, സങ്കടമൊക്കെ വന്നു ചേർന്നാൽ അവിടെ എപ്പോഴും അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് എല്ലാം അവസാനിച്ചു എന്ന് കരുതി തളർന്നിരിക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾ തയ്യാറാവില്ല. കാരണം എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാനുള്ള, ആർക്കു മുന്നിലും തോറ്റു കൊടുക്കാത്ത നിങ്ങളുടെ ആ ഒരു മനസ്സ്, അതേപോലെ തന്നെ നിങ്ങളുടെ ശ്രമങ്ങൾ എങ്ങനെയും ലക്ഷ്യത്തിൽ എത്തിക്കണം എന്നുള്ള നിങ്ങളുടെ ആ ഒരു ആഗ്രഹം, ഇവയൊക്കെ താഴ്ന്നു പോയിടത്തു നിന്നും വീണ്ടും പറന്നുയരാനായിട്ട് നിങ്ങൾക്ക് വളരെയധികം പ്രചോദനമാകാറുണ്ട്. അപ്പോൾ അത്തരം ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെന്ന വ്യക്തിയിൽ മുമ്പുള്ള നിങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് മുമ്പ് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരുപക്ഷെ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ ഏത് രീതിയിൽ നിങ്ങളെ നോക്കി കാണുമെന്ന് നിങ്ങൾ വളരെയധികം ആശങ്കപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ മുമ്പ് മറ്റുള്ളവരോട് എതിർത്ത് പറയാനോ, മറ്റുള്ളവരെന്ത് കാര്യം നിങ്ങളോട് ആവശ്യപ്പെട്ടാലും ഇല്ല എന്ന് മുഖത്ത് നോക്കി പറയാനുമൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് വന്നു ചേർന്ന പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടുമൊക്കെ നിങ്ങളിലുണ്ടായിരുന്ന അത്തരം എനർജി ഇപ്പോൾ നിങ്ങളിൽ നിന്നും മാറിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇപ്പോഴത്തെ നിങ്ങളിൽ വളരെയധികം മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം, നീ വല്ലാതെ മാറിപ്പോയി, അല്ലെങ്കിൽ പഴയ ആളെ അല്ല ഇപ്പോൾ നീ എന്നൊക്കെ. എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതിനോട് വേണ്ട അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാനായിട്ട് പഠിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് നിലപാടുകളുള്ള ആളുകളാണ്. ആരെന്ത് വിചാരിച്ചാലും നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ പറയാനും ചെയ്യാനും ഇപ്പോൾ നിങ്ങൾ ഒരു മടിയും കാണിക്കാറില്ല. അതേപോലെ തന്നെ ഇവിടെ വളരെയധികം ദൈവാനുഗ്രഹമുള്ള ആളുകളാണ് നിങ്ങൾ എന്നുള്ളത് കാണുന്നുണ്ട്. ഇപ്പോൾ പല സാഹചര്യങ്ങളിലും നിങ്ങളെ ആയാലും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ആയാലും
വളരെയധികം അതിശയിപ്പിക്കുന്ന രീതിയിൽ പല അത്ഭുതങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് ദൈവം ഇറങ്ങി വന്ന് നിങ്ങളെ സഹായിച്ചു എന്ന് പോലും വിശ്വസിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തൊട്ടറിഞ്ഞ പല അത്ഭുതങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും. അതിനാൽ തന്നെ ഭാഗ്യം, ഈശ്വരാനുഗ്രഹമൊക്കെ വളരെയധികം കൂടുതലായിട്ട് തന്നെ നിങ്ങളിൽ നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചു തരുന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് ആഗ്രഹ സബലീകരണം സാധ്യമാവും എന്നുള്ളതാണ്. അതായത് ചെറുതും വലുതുമായിട്ടുള്ള പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കിയെടുക്കാനായിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു സമയമാണുള്ളത് എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതായത് നിങ്ങളുടെ പരിശ്രമങ്ങൾ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ, നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള പല വാർത്തകളും പല സാഹചര്യങ്ങളും വന്ന് ചേരാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇതുവരെയും പരിശ്രമിക്കാത്ത വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ നല്ലതാണ്. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു വിജയം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളിൽ പലരിലേക്കും പല കാരണങ്ങളുടെ പേരിലും വളരെയധികം സമാധാനം, സന്തോഷം ഇവയൊക്കെ കടന്നു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിൽ പലർക്കും ഏതെങ്കിലും വ്യക്തികളോട് വളരെയധികം ദേഷ്യം തോന്നുന്ന ഒക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളിലെ അത്തരം എനർജി കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു ദേഷ്യമൊക്കെ ഇല്ലാതായി വീണ്ടും അവരുമായിട്ട് ഒത്തുചേരണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളിൽ പല ആളുകളിലും ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.